ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡി സി ചോപ്പേഴ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ഡി സി ചോപ്പർ എന്ന് നോക്കാം. ഡി സി ചോപ്പർ ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഡി സി വോൾട്ടേജ് ഫ്രം വൺ ലെവൽ ടു അനദർ. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡി സി ഇൻപുട്ടിനെ, കോൺസ്റ്റന്റ് ഡി സി ഇൻപുട്ടിനെ വേരിയബിൾ ഡി സി ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോപ്പേഴ്സിന്റെ കേസിൽ സെമി കണ്ടക്ടർ സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്വിച്ചസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? മോസ്ഫെറ്റ് യൂസ് ചെയ്യാം, BJT യൂസ് ചെയ്യാം, GTO യൂസ് ചെയ്യാം, തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഈ സ്വിച്ചസ് റാപ്പിഡ്ലി ഓൺ ആൻഡ് ഓഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചോപ്ഡ് ഡി സി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡി സി ചോപ്പേഴ്സിന്റെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആയിട്ടും സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആയിട്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ തന്നെ വേറെ പേരാണ് ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റെപ്പ് ഡൗണിനെയാണ് നമ്മൾ ബക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ നമ്മൾ ഡയറക്ഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ, അതായത് നമുക്കുള്ള 4 ക്വാഡ്രൻസില് ഏതൊക്കെ ക്വാഡ്രൻസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വോൾട്ടേജും കറണ്ടിന്റെയും ഡയറക്ഷൻ വെച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് 5 ആയിട്ട് ഈ പറയുന്ന ചോപ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസ് എ അല്ലെങ്കിൽ ടൈപ്പ് എ ചോപ്പർ ഉണ്ട്, ടൈപ്പ് ബി ചോപ്പർ ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ നമ്മൾ പറഞ്ഞിരുന്നു, എന്തും കൂടെ പറയാം, ബൂസ്റ്റ് കൺവേർട്ടർ എന്നും കൂടെ പറയാം. അപ്പൊ ആസ് ദ നെയിം സജസ്റ്റ് എന്തായിരിക്കും, ലോ ഡി സി വോൾട്ടേജിനെ ഹയർ ഡി സി വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് മോർ ലൈക്ക് എ ഡി സി വേർഷൻ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് സർക്യൂട്ട് നോക്കാം. സർക്യൂട്ടിൽ സോഴ്സ് വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഇതിന് പാരലൽ ആയിട്ടാണ്, സോഴ്സ് വോൾട്ടേജിന് പാരലൽ ആയിട്ടാണ് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡയോഡ് ഉണ്ട്, ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്, അതുപോലെ തന്നെ ലോഡായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ഷോർട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയായിരിക്കും. എന്ത് ചെയ്യും? ഇൻഡക്ടർ ചാർജ് ആവും, ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇൻഡക്ടർ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യും? ഈ ഡയോഡിൽ കൂടെ ലോഡിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യലാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. ത്രൂ ഏതൊക്കെ കൂടിയാണ്? ഡയോഡും ഉണ്ട്, ലോഡും ഉണ്ട്. ഓക്കെ, അപ്പോ ഇൻഡക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജിന്റെ ഒപ്പം ആഡ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, ഹയർ ഡി സി വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതും സ്റ്റെപ്പ് അപ്പ് ആണ് അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവേർട്ടർ ആണ് ഇതെന്ന് പറയുന്നതും. അപ്പൊ സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടറിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഈ ഒരു ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സോഴ്സ് വോൾട്ടേജ് VS ഡിവൈഡഡ് ബൈ 1 മൈനസ് D, where D is the duty cycle. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഇനി ബേസ്ഡ് ഓൺ വോൾട്ടേജ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. അതിനെയാണ് നമ്മൾ ബക്ക് കൺവേർട്ടർ എന്നും പറയും. ഇതിൽ എങ്ങനെയായിരിക്കും? ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ലോവർ ദാൻ ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അതിന്റെ കേസിൽ വരുന്ന സർക്യൂട്ട് നേരത്തെ പോലത്തെ ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് സോഴ്സിന് സീരീസ് ആയിട്ടാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഇവിടെയും, അതുപോലെ ഒരു ഇൻഡക്ടർ ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വർക്കിംഗ് എങ്ങനെയാ വരുന്നത് നോക്കാം. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡി സി വോൾട്ടേജ് അല്ലെങ്കിൽ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ലോഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും വരിക, അല്ലെ? അപ്പോ ലോഡ് വോൾട്ടേജ് ഈക്വൽ ടു സോഴ്സ് വോൾട്ടേജ് എന്നുള്ള ഫോർമാറ്റിലല്ലേ വരുന്നത്. അതേസമയം സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് എന്താണ്? ലോഡ് എന്ന് പറയുന്നത് ഗെറ്റ് ഡിസ്കണക്റ്റഡ് ഫ്രം സോഴ്സിന്ന് ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം നടക്കുന്നത് എന്താണ്? ഫ്രീ വീലിംഗ് ഡയോഡിൽ കൂടെയുള്ള ലോഡ് കറണ്ടിന്റെ ഫ്ലോ മാത്രമാണ് നടക്കുന്നത്.
ഓക്കെ, ഈ ഒരു ചെറിയ സർക്യൂട്ടിലുള്ള ലോഡ് കറണ്ടിന്റെ ഫ്ലോ മാത്രമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ കേസിലും നേരത്തെ പഠിച്ച പോലെ വി ഔട്ട്പുട്ടിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് ഡി ഇൻറ്റു വി എസ്. ഡി ഡ്യൂട്ടി സൈക്കിളും വി എസ് എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജ് ആണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കാം. നമ്മള് 5 ടൈപ്പ് ഓഫ് ചോപ്പേഴ്സ് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഓരോ ചോപ്പറിന്റെ കേസിലും ഏത് ക്വാഡ്രന്റിലാണ് ഓപ്പറേഷൻ വരുന്നത്, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് മോഡ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് എ ചോപ്പറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ക്ലാസ് എ ചോപ്പറിനെ തന്നെയാണ് നമ്മൾ ടൈപ്പ് എ ചോപ്പർ എന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ വി ഐ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ എന്ന് ഇതിനെ വിളിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് പറയുമ്പോൾ എന്താണ്, ഐ നോട്ടും പോസിറ്റീവ് ആയിരിക്കും, വി നോട്ടും പോസിറ്റീവ് ആയിരിക്കും. രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ സർക്യൂട്ടും വർക്കിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. സർക്യൂട്ടിൽ ഉണ്ടാവുക സോഴ്സ് വോൾട്ടേജ് സീരീസ് ആയിട്ട് ഒരു സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്, ഇവിടെ ലോഡ് ഉണ്ട്. ഓക്കെ, സ്വിച്ച് ഓൺ ആവുമ്പോൾ എന്ത് ചെയ്യും, സോഴ്സ് വോൾട്ടേജ് ഡയറക്ട്ലി ലോഡുമായിട്ട് കണക്റ്റഡ് ആവും. കറക്റ്റ് അല്ലേ? ലോഡ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു സോഴ്സ് വോൾട്ടേജ്. അതിനുശേഷം പവർ എന്ത് ചെയ്യും, സോഴ്സ് നിന്ന് ലോഡിലേക്ക് ഫ്ലോ ചെയ്യും. നേരത്തെ പോലെ തന്നെ സോഴ്സ് നിന്ന് ലോഡിലേക്ക് ഫ്ലോ ചെയ്യും, പവർ ഫ്ലോ. സ്വിച്ച് ഓഫ് ആവുന്ന സമയത്താണെങ്കിൽ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏതിൽ കൂടെയാണ്, ഫ്രീ വീലിംഗ് ഡയോഡിൽ കൂടെയാണ്. ഈ ഒരു ഭാഗം ആബ്സെന്റ് ആണ് അല്ലെ? സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത് ഫ്രീ വീലിംഗ് ഡയോഡിൽ കൂടെ ആയിരിക്കും. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് എന്താണ്, വോൾട്ടേജും പോസിറ്റീവ് കറണ്ടും പോസിറ്റീവ് വരുന്നത്. ഓക്കെ, ഈ ക്ലാസ് എ ചോപ്പറിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട ചില കീ പോയിന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. അതുപോലെ പവർ എപ്പോഴും സോഴ്സിൽ നിന്ന് ലോഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി സി മോട്ടോർ സ്പീഡ് കൺട്രോളിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് ബി ചോപ്പർ ആണ്. ക്ലാസ് ബി ചോപ്പറിനാണ് ടൈപ്പ് ബി ചോപ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് ചോപ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നത് വി ഐ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ഏത് ക്വാഡ്രന്റിലായിരിക്കും, സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. വിച്ച് ഇംപ്ലൈസ് വി വോൾട്ടേജ് വി ഇസ് പോസിറ്റീവ് ആൻഡ് ഐ ഇസ് നെഗറ്റീവ്. വോൾട്ടേജ് പോസിറ്റീവും കറണ്ട് നെഗറ്റീവും ആയിരിക്കും അല്ലെ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ. അപ്പോ പവർ എന്ന് പറയുന്നത് ഫ്ലോസ് ഫ്രം ലോഡ് ടു സോഴ്സ് ആണ് ഇതിന്റെ കേസിൽ വരുന്നത്. നേരത്തെ സോഴ്സ് ടു ലോഡ് ആയിരുന്നു. ഇവിടുത്തെ കേസിൽ പവർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് നോക്കാം. സർക്യൂട്ട് ഡയഗ്രാം ഫസ്റ്റ് നോക്കാം നമുക്ക്. അതിന് മുന്നേ സോഴ്സ് വോൾട്ടേജ് നമ്മൾ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് വഴി പാരലായിട്ട് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. RLE ലോഡിലേക്ക് കൊടുത്തിട്ടുള്ളതായിട്ടാണ് സർക്യൂട്ടിൽ കാണുന്നത്. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അപ്പൊ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ വരികയാണ്. അതായത് ഈ ലോഡ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടഡ് ആയ പോലെയാണ് ഇരിക്കുക. ലോഡ് EMF എനർജി ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ സ്വിച്ച് ഓൺ കണ്ടീഷനിൽ നടക്കുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴോ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ കണക്ഷൻ ഇല്ല, മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇൻഡക്ടർ റിവേഴ്സ് ഡയറക്ഷനിൽ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ കറണ്ട് ഫസ്റ്റിന്റെ കേസിൽ ഇങ്ങനെയായിരുന്നു ഐ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഡയറക്ഷനിലാണ് സ്വിച്ച് ഓഫ് ആവുമ്പോൾ ഇൻഡക്ടർ കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, പവർ ഫ്ലോ ചെയ്യുന്നത് തിരിച്ച് സോഴ്സിലേക്കാണ് അല്ലെ, തിരിച്ച് സോഴ്സിലേക്കാണ് പവർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ കേസിലത്തെ കീ പോയിന്റ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് DC മോട്ടോഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. പവർ എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, ലോഡ് ടു സോഴ്സ് ആണ്. അതായത് റിവേഴ്സ് പവർ ഫ്ലോ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് സി ചോപ്പർ ആണ്. ടൈപ്പ് സി എന്നും പറയാം. ടൈപ്പ് സിയുടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ 2 ക്വാഡ്രന്റ് ആയിരിക്കും ടൈപ്പ് എ ചോപ്പർ. 2 ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് സി അല്ലെങ്കിൽ ടൈപ്പ് സി ചോപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി കോമ്പിനേഷൻ ഓഫ് ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ചോപ്പർ. ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നത് ഏത് ക്ലാസ് ആയിരുന്നു, ക്ലാസ് എ അല്ലെങ്കിൽ ടൈപ്പ് എ ചോപ്പർ ആയിരുന്നു. അതുപോലെ ഈ ഭാഗത്ത് വർക്ക് ചെയ്യുന്നത് ഏതായിരുന്നു, ക്ലാസ് ബി ചോപ്പർ ആയിരുന്നു. അപ്പൊ ക്ലാസ് എയും ക്ലാസ് ബിയും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് രണ്ട് ക്വാഡ്രൻസിൽ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തില് ഒരു ചോപ്പർ ഉണ്ടാക്കിക്കൂടെ. അതാണ് ക്ലാസ് സി ചോപ്പർ എന്ന് പറയുന്നത്. ക്ലാസ് സി ചോപ്പറിന്റെ കേസിൽ സർക്യൂട്ട് നോക്കുക, രണ്ട് സ്വിച്ചസ് ഉണ്ട്. സ്വിച്ചസിന് പാരലായിട്ട് രണ്ട് ഡയോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, RLE ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് S1 ഓൺ ആയിരിക്കുമ്പോൾ ഇതിൽ കൂടെ ലോഡിൽ കൂടെ കറണ്ട് ഇങ്ങനെ പോകും. കറക്റ്റ് അല്ലേ? അതേസമയം സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ ഈ D1 വഴിയായിരിക്കും, ഫ്രീ വീലിംഗ് ഡയോഡ് വഴിയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് കിട്ടുക, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വോൾട്ടേജും ഗ്രേറ്റർ ദാൻ 0 ആണ്, ഐയും ഗ്രേറ്റർ ദാൻ 0 ആണ്, വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, അതേസമയം സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ S2 ഓൺ ആയിരിക്കുമ്പോൾ ഇൻഡക്ടർ എന്ത് ചെയ്യാണ്, എനർജി സ്റ്റോർ ചെയ്യാണ്. അതിനുശേഷം D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എനർജി തിരിച്ച് ലോഡിൽ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും, സോഴ്സിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോ ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, കറണ്ട് നെഗറ്റീവ് വരുന്നുണ്ട്, വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ വോൾട്ടേജ് പോസിറ്റീവും കറണ്ട് നെഗറ്റീവ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം നോക്കിയ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി, ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി ചോപ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് ക്ലാസ് സിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കീ പോയിന്റ്സ് ഓർത്ത് വെക്കാനുള്ളത്, വോൾട്ടേജ് എപ്പോഴും പോസിറ്റീവ് ആണ്, കറണ്ട് ക്യാൻ റിവേഴ്സ് ഡയറക്ഷൻ. ടൈപ്പ് എയില് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റില് നമ്മൾ രണ്ടും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ എത്തുമ്പോൾ വോൾട്ടേജ് റിമെയിൻസ് പോസിറ്റീവ് ആൻഡ് കറണ്ട് റിവേഴ്സസ് ആണ്. അപ്പൊ കറണ്ട് റിവേഴ്സ് ചെയ്യാം ഡയറക്ഷൻ, പക്ഷെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പവർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സോഴ്സ് ടു ലോഡും ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിന്റെ കേസിൽ എങ്ങനെയായിരുന്നു, ലോഡ് ടു സോഴ്സും ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് യൂസ് വരുന്നത് എവിടെയാണെന്നും കൂടെ നോക്കി വെക്കാം. മോട്ടറിംഗ് ആൻഡ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ കേസിലാണ് നമ്മൾ ക്ലാസ് സി ചോപ്പേഴ്സ് അല്ലെങ്കിൽ 2 ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ക്ലാസ് ഡി ചോപ്പർ ആണ്. ക്ലാസ് ഡി ചോപ്പർ എന്ന് പറയുന്നത് 2 ക്വാഡ്രന്റ് ടൈപ്പ് ബി ചോപ്പർ ആണ്. ക്ലാസ് സി നോക്കിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്, വിച്ച് ഇംപ്ലൈസ് I0 is always positive and V output voltage reverses. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം വർക്കിംഗ്, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഏതൊക്കെ ക്വാഡ്രന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഫസ്റ്റിലും ഫോർത്തിലും ആണ്. അതുകൊണ്ട് തന്നെ 2 ക്വാഡ്രന്റ് ടൈപ്പ് ബി ചോപ്പർ എന്നും വിളിക്കുന്നുണ്ട്. ക്ലാസ് ഡി ചോപ്പറിന്റെ കേസിൽ വരുന്ന സർക്യൂട്ട് ഡയഗ്രാം എന്താണ്, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കുമ്പോൾ എന്താണ്, സോഴ്സ് വോൾട്ടേജ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നു, ലോഡ്, ഇൻഡക്ടർ ചാർജ് ആവുന്നു, ലോഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ സമയത്ത് എന്താണ്, വിയും ഗ്രേറ്റർ ദാൻ 0 ആണ്, ഐയും ഗ്രേറ്റർ ദാൻ 0 ആണ്. സ്വിച്ച് S1 ഉം S2 ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. നല്ല ഈ ഒരു പാത്ത് നമുക്ക് കറണ്ട് ഫ്ലോന്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സ്വിച്ച് S1 ഉം S2 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് വിയും ഗ്രേറ്റർ ദാൻ 0 ആണ്, ഐയും ഗ്രേറ്റർ ദാൻ 0 ആണ്, വിച്ച് ഈസ് എ കണ്ടീഷൻ ഫോർ ഫോർവേഡ് മോട്ടറിംഗ്. അതിനുശേഷം ഫോർത്ത് ക്വാഡ്രന്റിൽ കണ്ടക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്, D1 ആൻഡ് D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. D1 ഉം D2 ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷന് ചേഞ്ച് ഒന്നുമില്ല, I is greater than 0. പക്ഷേ V എന്ന് പറയുന്നത് എന്തായിരിക്കും, വിൽ ബി ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് V വിൽ ബി നെഗറ്റീവ്. അത് നമ്മൾ ഏതിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്, റിവേഴ്സ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ റീജനറേറ്റീവിന്റെ കേസിലാണ് അത് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണ് ക്ലാസ് ഡി ചോപ്പറിന്റെ കേസിൽ വരുന്നത്. ക്ലാസ് ഡി ചോപ്പറിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട കീ പോയിന്റ്സ് എന്തൊക്കെയാണ്, കറണ്ട് ഓൾവേസ് പോസിറ്റീവ് ആണ്,
വോൾട്ടേജ് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പവർ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? സോഴ്സ് ടു ലോഡ് ആവാം അല്ലെങ്കിൽ ലോഡ് ടു സോഴ്സും ആവാം. സ്യൂട്ടബിൾ ഫോർ ബൈ ഡയറക്ഷണൽ ബ്രേക്കിംഗ് ആൻഡ് മോട്ടറിംഗ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് ഇ ചോപ്പർ ആണ്. ക്ലാസ് ഇ ചോപ്പർ എന്ന് പറയുന്നത് 4 ക്വാഡ്രന്റ് ചോപ്പർ ആണ്. അതായത് എല്ലാ ക്വാഡ്രന്റിലും ഓപ്പറേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ചോപ്പർ ആണ് ക്ലാസ് ഇ ചോപ്പർ. ക്ലാസ് ഇ ചോപ്പർ നമ്മൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ബൈ കമ്പൈനിങ് 2 ക്ലാസ് ഡി ചോപ്പേഴ്സ്. അതിൽ തന്നെ ബൈ ആഡിങ് ഒരു ക്ലാസ് ഡി ചോപ്പർ ആഡ് ചെയ്തിട്ട് ബൈ ആഡിങ് അനദർ ക്ലാസ് ഡി ചോപ്പർ വിത്ത് റിവേഴ്സ് പൊളാരിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാഡ്രന്റ് 2 and 3 കൂടെ കിട്ടുന്നത്. കാരണം നമുക്കറിയാം ക്ലാസ് ഡി ചോപ്പറിന്റെ കേസിൽ 1 and 4 മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 and 3 കൂടി പോസിബിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഒരു ക്ലാസ് ഡി ചോപ്പർ റിവേഴ്സ് പൊളാരിറ്റിയിലായിരിക്കണം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 4 ക്വാഡ്രൻസിലും ഓപ്പറേഷൻ കിട്ടുകയാണെങ്കിൽ വോൾട്ടേജ് കറണ്ട് പ്ലെയിൻ എടുക്കുമ്പോൾ 4 ക്വാഡ്രൻസിലും ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലാസ് ഇ ചോപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ് ഇ ചോപ്പറിന്റെ കേസിൽ വരുന്ന സർക്യൂട്ട് നോക്കി വെക്കുക. 2 സ്വിച്ചസ്, അതിന് പാരലായിട്ട് 2 ഡയോഡ്സ്, ഇപ്പുറത്തും അതെ 2 സ്വിച്ചസ് 2 ഡയോഡ്സ് പാരലായിട്ട്. അപ്പൊ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ S1, S2, D1 ആൻഡ് D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മുടെ ക്ലാസ് ഡി ചോപ്പർ ഒന്നാമത്തെ. രണ്ടാമത്തെ ക്ലാസ് ഡി ചോപ്പർ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് S3, S4, D3 ആൻഡ് D4 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ഡി ചോപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ വോൾട്ടേജും കറണ്ടും നോക്കുകയാണെങ്കിൽ 4 ക്വാഡ്രന്റിലും വരുന്നതുകൊണ്ട് വോൾട്ടേജും കറണ്ടും ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇത് ഇറ്റ് അലൗസ് മോട്ടറിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. അതുപോലെ തന്നെ ഫോർവേഡ് ആൻഡ് റിവേഴ്സിലുള്ള പവർ ഫ്ലോ ആൻഡ് സ്പീഡ് കൺട്രോളിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. DC മോട്ടോർ ഡ്രൈവ്സ് വിത്ത് ഫുൾ ഡയറക്ഷണൽ കൺട്രോൾസിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ക്ലാസ് ഇ ചോപ്പറിന്റെ കേസിൽ ഓർത്ത് വെക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് DC ചോപ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് മോഡ്സ്, സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് DC ചോപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേരള PSCയുടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.